സന്തോഷ് കെ നായർ. അദ്ദേഹത്തിന് പണ്ട് മുതൽ ലാലേട്ടന്റെ പടങ്ങളിലെല്ലാം ലാലേട്ടന്റെ പഴയ പടങ്ങളിലെല്ലാം നിറ സാന്നിധ്യമായിരുന്നു പുള്ളി. ലാലേട്ടന്റെ കൈയാളായിട്ടും കൂട്ടത്തിലുള്ള ആളായിട്ടും ഒക്കെ നല്ല സുമുഖനായിട്ടുള്ള, നല്ല ഫിറ്റ്നസ് ഉള്ള, നല്ല വിരിവുള്ള ഒരു ആക്ടറായിരുന്നു പുള്ളി. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരു രാജകല എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലൊരു ഭംഗിയാണ് അദ്ദേഹത്തിനെ കാണാൻ. അതുപോലൊരു കൊമ്പൻ മീശയും ഒക്കെ വെച്ച് ഞാൻ കാണുന്ന സമയത്ത് താടിയില്ല, മീശ നല്ല ഉഗ്രൻ മീശ പിരിച്ച് വെച്ചിരിക്കുന്ന, നല്ല വീതിക്കല്ല പിരിച്ച് ഇടക്കിട പുള്ളി മീശ വിരിക്കുന്ന ഞാൻ കണ്ടത്. ഞാൻ ഒരു ഫംഗ്ഷൻ വെച്ചാൽ കണ്ട് ഇടക്കിട പുള്ളി ഇങ്ങനെ മീശ പിരിക്കും. ഒരു രാജകലയോ ആ ഒരു ഗാംഭീര്യത്തോടെയാണ് പുള്ളി ഇരിക്കുന്നത്. ഞാൻ ഒരു ആധ്യാത്മിക പരിപാടി വെച്ചാൽ പുള്ളിനെ കണ്ടത്. പുള്ളി നല്ലൊരു ആക്ടർ തന്നെയാണ്. പിന്നെ കുറെ നാള് പുള്ളിനെ സിനിമയിലൊന്നും കാണാനില്ലായിരുന്നു. ഇപ്പൊ ഏറ്റവും പുതിയ സിനിമയായ മോഹിനിയാട്ടത്തിൽ പുള്ളി നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പുള്ളി വീണ്ടും ഈയിടക്ക് നല്ലൊരു ഇന്റർവ്യൂ ഒക്കെ പുള്ളിനെ കണ്ടായിരുന്നു. വീണ്ടും അദ്ദേഹം സിനിമയിൽ സജീവമാകാൻ പോകുന്നു എന്നാണ് ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നത്. എന്തായാലും വലിയൊരു നഷ്ടമായി പോയി. 65 വയസ്സേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. മോഹൻലാൽ ലാലേട്ടന്റെ ഒപ്പം കോളേജിൽ പഠിച്ചിരുന്ന ആളാണ്. ലാലേട്ടന്റെ ജൂനിയർ ആയിരുന്നു. പിന്നെ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സിനിമയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരണമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അവർ ചെയ്തു വെച്ചിട്ടുള്ള 100 കഥാപാത്രങ്ങളിലൂടെയും അദ്ദേഹം തന്നെ 100-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. 100 കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം എന്നും ജനമനസ്സുകളിൽ ജീവിച്ചിരിക്കും. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു.